നമസ്കാരം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം കൂടുതൽ സംഭവബഹുലമായ തരത്തിലേക്ക് നീങ്ങുകയാണ്. സർക്കാർ ശരിക്കും വെട്ടിലാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. നീതി ലഭിക്കുവാൻ ഏതറ്റം വരെയും പോകും എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ K. മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഇത് ആത്മഹത്യയല്ല, മറിച്ച് കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നാണ്. മറ്റൊന്ന്, നിർണായക തെളിവുകൾ ശേഖരിക്കുവാനല്ല, മറിച്ച് അത് നശിപ്പിക്കുവാനാണ് ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം SIT ശ്രമിക്കുന്നത് എന്നും ഈ ആരോപണത്തിലുണ്ട്. ഈ ഹർജി ഇന്ന് കോടതി പരിശോധിക്കുകയാണ്. ഈ ഹർജി നൽകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം മരണത്തെക്കുറിച്ച് സംശയമുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് ഈ കേസിൽ നിലവിലുള്ളത് എന്നാണ്. നവീൻ ബാബുവിന്റെ മരണം കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ ആരും എത്തുന്നതിന് മുൻപ് തന്നെ വളരെ തിടുക്കത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയതും വലിയൊരു സംശയത്തിന് ഇടയാക്കി. സാധാരണ ഇൻക്വസ്റ്റ് നടക്കുന്ന സമയത്ത് ഉറ്റ ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഒരു നിയമമുണ്ട്. അത് ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, നവീൻ ബാബുവിനെതിരെ സംരംഭകനായ പ്രശാന്തിന്റെ പരാതി അത് കെട്ടിച്ചമച്ചതാണ് എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ അന്വേഷണം തുടർന്നാൽ ഈ വീഴ്ചകൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്നും നീതി നിഷേധിക്കപ്പെടുമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിനാൽ കേന്ദ്ര ഏജൻസി CBI തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ ഹർജിയിൽ മഞ്ജുഷ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ നോക്കിയാൽ കണ്ണൂർ പോലീസിനെ നിയന്ത്രിക്കുന്നത് CPM നേതാക്കളാണ്. വളരെ അശ്രദ്ധമായാണ് ഈ SITയുടെ അന്വേഷണം നടക്കുന്നത്. ഈ SIT രൂപീകരിച്ചത് തന്നെ ചട്ടപ്രകാരമല്ല. SITയിലെ പല ഉദ്യോഗസ്ഥർക്കും പാർട്ടിയുമായും പ്രതിയായ PP ദിവ്യയുമായും അടുത്ത ബന്ധവുമുണ്ട്. യാത്രയയപ്പ് യോഗത്തിലെത്തിയ PP ദിവ്യ അവിടെ നടത്തിയ ആരോപണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുകയും അത് നവീൻ ബാബു സ്ഥലം മാറിപ്പോകുന്ന പത്തനംതിട്ടയിലെ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളൊന്നും SIT അന്വേഷിച്ചിട്ടില്ല എന്നാണ് ഹർജിയിൽ പറയുന്നത്. മറ്റൊരു ഗുരുതരമായ ആരോപണം CCTV ദൃശ്യങ്ങളുടെ ആധികാരികതയെ പറ്റിയാണ്. ഒക്ടോബർ 14 ഈ വിവാദമായ യാത്രയയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബുവിനെ ആരൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്, അതുമാത്രമല്ല കളക്ടറേറ്റ് പരിസരം, റെയിൽവേ സ്റ്റേഷൻ, ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളൊന്നും ഈ SIT പരിശോധിച്ചിട്ടില്ല. ഈ മരണത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട കളക്ടർ അരുൺ K. വിജയനും പ്രതിയായ PP ദിവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട്. കളക്ടറുടെ പങ്ക് വ്യക്തമാകണമെങ്കിൽ കോൾ ഡാറ്റ റെക്കോർഡറുകളും അതുപോലെ കളക്ടറേറ്റ് പരിസരത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്തുവാനാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെ സംശയകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും കളക്ടർക്കെതിരെ അന്വേഷണം നടത്തുവാൻ SIT ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൂടാതെ PP ദിവ്യ, സംരംഭകൻ പ്രശാന്ത് എന്നിവരുടെ കോൾ ഡാറ്റ റെക്കോർഡുകളും ശേഖരിച്ചിട്ടില്ല. ഇങ്ങനെ പ്രതിയുടെയും കളക്ടറുടെയും കോൾ ഡാറ്റ റെക്കോർഡറുകൾ SIT മനഃപൂർവ്വം മറച്ചു വെക്കുകയാണെന്നും ഹർജിയിൽ ആരോപിക്കുകയാണ്. ഈ കോൾ ഡാറ്റ റെക്കോർഡുകളെല്ലാം സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടും അതിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത്തരം വസ്തുനിഷ്ഠവും ഗുരുതരവുമായ ആരോപണങ്ങളാണ് ഈ ഹർജിയിൽ ശ്രീമതി K. മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് പ്രകാരം ADM നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് അങ്ങനെ പുറത്തുവിടുവാനാകില്ല. കാരണം ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ പോലീസ് അന്വേഷണം തടസ്സപ്പെടും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം. ഇപ്പോൾ മഞ്ജുഷ നൽകിയ ഹർജിയുടെ വിധി പറയുന്നത് ഡിസംബർ 3 ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, കളക്ടർ അരുൺ K. വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങുവാൻ അപേക്ഷ നൽകിയ TV പ്രശാന്ത് ഇവരുടെയെല്ലാം മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ, അവരുടെ ടവർ ലൊക്കേഷനുകൾ, CCTV ദൃശ്യങ്ങൾ ഇങ്ങനെ ശേഖരിച്ചവയെല്ലാം സംരക്ഷിക്കുവാൻ നിർദ്ദേശം നൽകണമെന്ന്, ഇവയെല്ലാം നശിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഇതൊക്കെ സംരക്ഷിക്കണമെന്നും ഈ ഹർജിയിൽ മഞ്ജുഷ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കോടതി ഈ കളക്ടറും പ്രശാന്തും പ്രതികളല്ല, അതുകൊണ്ട് അവരുടെ ഫോൺ രേഖകൾ ആവശ്യപ്പെടുന്നത് അവരുടെ സ്വകാര്യതയുടെ ലംഘനമാകില്ല എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഭാവിയിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഈ വിവരങ്ങൾ ലഭ്യമാകുവാൻ വേണ്ടിയാണ് ഇവ സംരക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നത് എന്നും കുടുംബം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതുകൂടാതെ നവീൻ ബാബുവിന്റെ സഹപ്രവർത്തകർ അവർക്ക് അറിയാവുന്ന വിഷയങ്ങളൊന്നും മൊഴിയായി നൽകുവാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അതിനു കാരണം PP ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനവും കളക്ടറിൽ നിന്നും ഈ പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളും കൂടാതെ ദ്രോഹ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന ഭയവുമാണ് എന്നൊക്കെ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയ്ക്ക് ഈ അന്വേഷണത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുമെന്നും അത് ഈ അന്വേഷണത്തെ ബാധിക്കുമെന്നും അതുകൊണ്ടാണ് CBI അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ADMന്റെ മരണത്തിൽ
ഗുരുതരമായ ഗൂഢാലോചനകളും നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുവാൻ തക്കതായ തെളിവുകളും ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടുവാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള വസ്തുതകളാണ് ഈ ഹർജിയിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും പാർട്ടി നേതൃത്വമാണ് വെട്ടിലായിരിക്കുന്നത്. ADM കൈക്കൂലി വാങ്ങിയെന്നും എന്നാൽ അങ്ങനെ വാങ്ങുന്ന ആളല്ല എന്നും രണ്ട് അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന് ഈ പാർട്ടി ആവശ്യപ്പെട്ടത്. എന്നാൽ CPMന്റെ നേതൃത്വത്തെയോ മുഖ്യമന്ത്രിയുടെ പോലീസിനെയോ വിശ്വാസമില്ല എന്ന പ്രഖ്യാപനമാണ് നവീൻ ബാബുവിന്റെ കുടുംബം നടത്തുന്നത്. ഇവിടെ ADMന്റെ മരണത്തിന്റെ ഉത്തരവാദികളെ കണ്ടുപിടിക്കുന്നതിന് പകരം അദ്ദേഹം കൈക്കൂലിക്കാരനാണ് എന്ന് തെളിയിക്കുവാനുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത് എന്ന ഒരു ആരോപണം തുടക്കം മുതലേ തന്നെ ഈ കുടുംബം ഉന്നയിച്ചിരുന്നു. ADM കൈക്കൂലി വാങ്ങി എന്ന തരത്തിൽ TV പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി വ്യാജമാണെന്ന് വ്യക്തമായിട്ടും ആ വഴിക്കും അന്വേഷണം നീങ്ങിയിട്ടില്ല. ഇതിലൊക്കെ ഉന്നത സ്ഥാനത്തുള്ളവരുടെ ഇടപെടലുകൾ വ്യക്തമാണെന്നും കുടുംബം ആരോപിക്കുകയാണ്. മറ്റൊന്ന്, എനിക്ക് തെറ്റുപറ്റി എന്ന് ADM കുറ്റസമ്മതം നടത്തിയതായി കളക്ടറുടെ മൊഴിയുണ്ട്. ആ മൊഴിയും ഇപ്പോൾ സംശയത്തിലാണ്. അങ്ങനെ CBI അന്വേഷണത്തെ എതിർക്കുവാനോ അനുകൂലിക്കുവാനോ പറ്റാത്ത തരത്തിൽ പാർട്ടി ആകെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. CPMന്റെ അനുഭാവികളായ കുടുംബം ആവശ്യപ്പെടുന്ന ഈ CBI അന്വേഷണത്തെ എതിർത്തു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിനെതിരാകും. ഇനി അത് അനുകൂലിച്ചു കഴിഞ്ഞാൽ സ്വന്തം ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ല എന്ന അവസ്ഥയുമാവും. ഇതെങ്ങനെ നേരിടും എന്നറിയാതെ കുഴങ്ങുകയാണ് സർക്കാർ. അങ്ങനെ വളരെ വിവാദമായ ഈ വിഷയം ഇനിയും കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയാണെങ്കിൽ അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയൊരു കോളിളക്കമുണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്നതായിരിക്കും. നിയമത്തിലെ നൂലാമാലകളും കുരുക്കുകളും തെളിവുകളും ഒക്കെ കൊണ്ട് ഇങ്ങനെ നിരവധി കേസുകൾ നീതി നടപ്പിലാകാതെ പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒന്നായി ADM നവീൻ ബാബുവിന്റെ മരണം മാറരുത് എന്ന് മലയാളികൾ മൊത്തത്തിൽ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയുടെ തുടർ തീരുമാനങ്ങൾക്ക് കാത്തിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.